യഥാർത്ഥത്തിൽ എന്താണ് ഈ ദീക്ഷ? ഈ ദീക്ഷ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? ദീക്ഷ തന്നെ പലതരമുണ്ട്. ഇപ്പോൾ സ്പർശ ദീക്ഷയുണ്ട്, നോക്കിയിട്ട് ദീക്ഷ കൊടുക്കാം, മാനസം ചെയ്യാം. റെക്കി ഒന്നേ ഉള്ളൂ, അതായത് മിക്കാവു ഉസൂയി പുനരാവിഷ്കരിച്ച റെക്കി, അതൊന്ന് മാത്രമേ ഉള്ളൂ. ഒരു തന്ത്രദീക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? അയാളുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറുകയല്ലേ. അവർ കിടന്നുറങ്ങുന്നിടത്ത് നമുക്ക് പോയിരിക്കാം, ഒന്നും പേടിക്കണ്ട, യാതൊരു ശല്യവും ഉണ്ടാവില്ല. അത്ര ശല്യമൊന്നും ഇല്ലാത്ത സ്ഥലത്തെ പൂച്ചകൾ ഉറങ്ങാറുള്ളൂ. വയനാട് ദുരന്തം ഉണ്ടായപ്പോഴേക്കും ആന വന്നിട്ട് അവരെ സംരക്ഷിക്കുന്നത് കണ്ടോ? നമ്മീ ദീക്ഷയെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഗുരുക്കന്മാരുടെ നിന്നും മാത്രമേ വാങ്ങിക്കാവൂ. ദീക്ഷ തന്നെ പല വിധത്തിലുണ്ട്. ഇന്ന് ചില ആളുകളൊക്കെ മന്ത്രദീക്ഷയൊക്കെ ഒറ്റ ദിവസം കൊണ്ടും 2 ദിവസം കൊണ്ടുമൊക്കെ പഠിച്ചെടുക്കുന്നൊരു കാലഘട്ടമാണ്, അല്ലെങ്കിൽ ദീക്ഷ കൊടുക്കുന്നൊരു കാലഘട്ടമാണ്. അതായത് ഒരു 10-20 വർഷം എടുത്തിട്ട് കൊടുക്കുന്ന ദീക്ഷ വരെ ഇപ്പോൾ 1 മാസം കൊണ്ടൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഈ ദീക്ഷ? ഈ ദീക്ഷ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? കൊടുത്തു കഴിഞ്ഞാൽ അവരിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നമ്മുടെ മഹർഷി ഈശ്വരന്മാർ കണ്ടുപിടിച്ച, അവരൊക്കെ മഹാ സയൻറ്റിസ്റ്റുകളായിരുന്നു, അവർ കണ്ടുപിടിച്ചൊരു ശാസ്ത്രമാണിത് ശരിക്കും. അപ്പോൾ അത് നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ, എൻ്റെ സയൻസ് പറയാൻ, ഫിസിക്സ് പറയാൻ എനിക്കറിയില്ല. അപ്പോൾ ആ ദീക്ഷയിലൂടെ മാത്രമേ എന്തായാലും ഇത് ആക്ട് ചെയ്യുള്ളൂ, യന്ത്രവും മന്ത്രവും. അങ്ങനെ നമ്മൾ അതിൻ്റെ ഡീപ്പായിട്ട് ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കണം ശിഷ്യരെ. അപ്പോൾ അങ്ങനെ പഠിപ്പിച്ച് അവരെ നമ്മളോട്, ഇപ്പോൾ ഗുരു ചെയ്യേണ്ടത് നല്ലൊരു മാർഗം കാണിച്ചു കൊടുക്കുക, അല്ലേ? ജ്ഞാനത്തിലേക്കുള്ള ദീപം അവരുടെ ഉള്ളിൽ തെളിയിച്ചു കൊടുക്കണം. എന്നിട്ട് അവരെ കൈപിടിച്ച് ഉയർത്തി നമ്മളെക്കാളും മേലെയാക്കണം, ഗുരുവിനേക്കാളും മേലെ അവർക്ക് പോകാൻ സാധിക്കണം. അല്ലാതെ അവരെ പിടിച്ചിരുത്തരുത്. ഗുരുക്കന്മാർ ചുറ്റിനും ശിഷ്യരിങ്ങനെ ഇരുന്ന് കൈയടിച്ച് പാടുന്ന, അവരെന്നും ശിഷ്യരാക്കി കൊണ്ടുപോകുന്ന രീതിയെ നമ്മുടെ ശാസ്ത്രം അങ്ങനെയല്ല ശരിക്കും. ഭാരതീയ കൾച്ചർ തന്നെ അങ്ങനെയല്ല. ഗുരുക്കന്മാർ വഴി കാട്ടി കൊടുക്കാനേ പാടുള്ളൂ. അവർ പിന്നെ അങ്ങനെ പൊയ്ക്കൊള്ളണം, കൂടുതൽ കൂടുതൽ ജ്ഞാനം നേടണം. അങ്ങനെ ദീക്ഷയിലൂടെ അവരെ ഇതിനെ പ്രാപ്തരാക്കുന്നു. ദീക്ഷ തന്നെ പലതരമുണ്ട്. ഇപ്പോൾ സ്പർശ ദീക്ഷയുണ്ട്, നോക്കിയിട്ട് ദീക്ഷ കൊടുക്കാം, മാനസം ചെയ്യാം. പക്ഷേ തന്ത്രദീക്ഷയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ശരിക്കും ആ ദീക്ഷ കിട്ടുന്ന ആൾക്കുണ്ടല്ലോ, ശിഷ്യന്, അത് നമ്മൾ സ്പർശിച്ച് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അനുഭവം, അവർക്ക് ആ ഒരു റിച്വലായിട്ടുള്ള ഒരു അന്തരീക്ഷവും, അപ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു ദീക്ഷയും, അതൊരു പ്രത്യേക അനുഭവം തന്നെയാണ്. ആ ഒരു അനുഭവം നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് കൊടുത്താൽ കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇത് സഞ്ചരിക്കും, നമ്മുടെ മനസ്സിലൂടെ അത് സഞ്ചരിക്കും, അത് നടക്കും, ഉറപ്പാണ്. പക്ഷെ എങ്കിലും അത് അനുഭവിക്കണമെങ്കിൽ ഇങ്ങനെ നേരിട്ട് കൊടുക്കുന്നത് തന്നെയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ഞാനാണെങ്കിൽ ഓൺലൈൻ ദീക്ഷ എടുക്കാൻ പോവില്ല, എനിക്ക് ഗുരുവിൻ്റെ അടുത്തുനിന്ന് നേരിട്ട് കിട്ടണം, അങ്ങനെ തന്നെ ഞാൻ പോകുള്ളൂ. ഞാൻ എവിടെയൊക്കെ ഇപ്പോൾ ഋഷികേശിൽ ക്രിയായോഗ ദീക്ഷ എടുക്കാൻ ഋഷികേശിൽ തന്നെ പോയി. ഒരുപാട് ഗുരുക്കന്മാരിൽ നിന്നും എനിക്ക് ദീക്ഷ കിട്ടിയിട്ടുണ്ട്. അത് അവർ എവിടെയുണ്ടോ അവിടെ പോയിട്ട് തന്നെയാണ് എടുക്കുന്നത്. എങ്കിലല്ലേ നമുക്കതൊരു അനുഭവം ഉണ്ടാവുള്ളൂ. ഈ ഓൺലൈൻ ദീക്ഷ എടുത്തവർ പലരും എൻ്റെ അടുത്ത് വന്ന് നേരിട്ട് ദീക്ഷ എടുത്തിട്ടുണ്ട്, അത് അനുഭവിക്കണം എന്ന് പറഞ്ഞിട്ട്. ഈ ദീക്ഷ ഒന്നിൽ കൂടുതൽ ദീക്ഷ എടുക്കാമോ എന്നൊരു സംശയമുണ്ട് പലർക്കും. കാരണം ഇന്ന് പലരും പല ഗുരുക്കന്മാരുടെ അടുത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ റേക്കി തന്നെയാണെങ്കിലും ഒരാളുടെ അടുത്ത് പഠിച്ചു, അവിടുന്ന് ഒരു സംതൃപ്തി കിട്ടാവുന്നതുകൊണ്ട് അടുത്തടുത്തേക്ക് പോകുന്നു, അവിടുന്ന് അടുത്തടുത്തേക്ക് ഇങ്ങനെ മാറി മാറി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗുരുക്കന്മാരെ തേടി. അപ്പോൾ ഒന്നിൽ കൂടുതൽ ഗുരുക്കന്മാരുടെ അടുത്ത് നിന്ന് ദീക്ഷ എടുക്കാൻ കഴിയുമോ? എടുക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ ഗുരു, എനിക്ക് മാസ്റ്റർ ഡിഗ്രി തന്ന ഗുരു 1985 അദ്ദേഹം റേക്കിയിലേക്ക് വരുന്നത്. അദ്ദേഹത്തിന് 12,000-ഓളം സ്റ്റുഡൻസൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ 95 വയസ്സൊക്കെ ആയി കാണും. അദ്ദേഹം അമേരിക്കൻ ഗുരുക്കന്മാരിൽ നിന്നാണ് വില്യം ലീ റാൻഡ്, പോള ഹോറൻ എന്നൊക്കെ പറഞ്ഞിട്ട്, ബാർബാറ എന്നൊക്കെ പറഞ്ഞിട്ട് പല ഗുരുക്കന്മാരിൽ നിന്ന് അദ്ദേഹം എടുത്തിട്ടുണ്ട്. പക്ഷെ അത് മോശമല്ല. അപ്പോൾ കൂടുതൽ ആ ആങ്സൈറ്റി കൊണ്ടാണ്, കൂടുതൽ അല്ലെങ്കിൽ ആഗ്രഹം, അത്രമാത്രം പാഷനുള്ളത് കൊണ്ടാവാം, അങ്ങനെ പോകാം. പക്ഷെ ചിലരുണ്ട്
ഇതെടുക്കും, ഇത് നല്ലപോലെ ചെയ്യില്ല. ഇപ്പോൾ വേറെ ആരെങ്കിലും വേറെന്തെങ്കിലും പറയുന്നു, അത് വളരെ പവർഫുള്ളാണെന്ന് പറയുന്നു, അതിലേക്ക് പോകും. അപ്പോഴാണ് കേൾക്കുന്ന വേറൊരു കാര്യത്തെക്കുറിച്ച് അങ്ങോട്ട് പോകും. അതിൽ കാര്യമില്ല. പഠിക്കാം നമുക്ക് പലതും, പക്ഷെ പ്രാക്ടീസ് ചെയ്യണം. കാരണം ഞാൻ ഇപ്പോൾ ചോദിക്കാനും കാരണം ഇപ്പം റേക്കി തന്നെ ഇന്ന് പല വിധത്തിൽ പല രീതിയിൽ പറയുന്ന ആളുകളുണ്ട്. നോർമൽ റേക്കി, അതേപോലെ തന്നെ മണി റേക്കി, ഇപ്പോൾ താന്ത്രിക് റേക്കി, അങ്ങനെ റേക്കി തന്നെ വ്യത്യസ്ത രീതിയിൽ പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ എല്ലാത്തിലും പോയി ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കുമോ? റെക്കി ഒന്നേ ഉള്ളൂ, അതായത് മിക്കാവു ഉസൂയി പുനരാവിഷ്കരിച്ച റെക്കി, അതൊന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ താന്ത്രിക് റെക്കിന്ന് അതിന് അങ്ങനെ പുസ്തകമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. താന്ത്രിക് റെക്കിന്ന് പുസ്തകം ഇറങ്ങിയിട്ടുണ്ട്. താന്ത്രിക് റെക്കി എന്ന് പറയാൻ കാരണം തന്ത്രയാണെന്ന് നമ്മൾ അറിയണ്ടേ. എന്ന് വെച്ചാൽ റെക്കി എന്ന് കേൾക്കുമ്പോൾ വേറെ ഏതോ രാജ്യത്തിൻ്റെ എന്ന് വിചാരിക്കും ആൾക്കാർ. പക്ഷേ ഇത് തന്ത്രശാസ്ത്രമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാൻ താന്ത്രിക് റെക്കി എന്ന് പറയുക. തന്ത്രശാസ്ത്രം തന്നെയാണ് റെക്കി. അതിനെ അത്രയും നമ്മുടെ രാജ്യത്തും മറ്റുള്ള രാജ്യങ്ങളിലും ഉള്ള തന്ത്രത്തെ പഠിച്ചിട്ടതിൻ്റെ എസൻസാണ് റെക്കി എന്നുള്ള രൂപത്തിൽ മികാവു ഉസൂയി പുനരാവിഷ്കരിച്ചതെന്നും ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി തന്നെയാണ് ഞാനിങ്ങനെ പറയുന്നത്. നമ്മുടെ ഭാരതീയം ആണ് ഇതെന്ന് അറിയിക്കാനാണ് ഞാനങ്ങനെ പറയുന്നത്. അല്ലാണ്ട് ആരെയും തെറ്റിദ്ധരിപ്പിക്കാനോ അവർ ചെയ്യുന്ന റെക്കി എന്തെങ്കിലും കുറവുള്ളതാണെന്നോ ഒന്നുമല്ല കേട്ടോ. റെക്കി തന്ത്രം ശാസ്ത്രമാണ്. പിന്നെ മണി റെക്കി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരൊക്കെ അത് ആരെങ്കിലുമൊക്കെ പ്രത്യേകമായിട്ട് അങ്ങനെ ചെയ്യുന്നതാവും. അങ്ങനെ ഒരു റെക്കിയുടെ പേരിൽ അങ്ങനെയില്ല. മികാവു ഉസൂയി അങ്ങനെ മണി റെക്കി എന്നൊന്നും പേരിട്ടിട്ട് റെക്കി ഉണ്ടായിട്ടില്ല. പിന്നെ അത് വീണ്ടും അതൊരു വേറെ ആരെങ്കിലും അതിനെ ഒന്ന് മോഡിഫൈ ചെയ്ത് അങ്ങനെ പറയുന്നതാവും. അതെനിക്ക് അറിയില്ല. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വേണ്ടത് പണമാണ്. അപ്പോൾ പണം ഉണ്ടാക്കാൻ ഏറ്റവും നല്ല വഴി റേക്കിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ വരാറുണ്ട്. അപ്പോൾ മണി റേക്കി പഠിച്ചു കഴിഞ്ഞാൽ പണം ഉണ്ടാക്കാൻ കഴിയുമെന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അത് പിൽക്കാലത്ത് പിന്നീട് അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്ത് മണി കൊണ്ട് ആകർഷിക്കാൻ വേണ്ടി മാത്രമായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ് എന്നും പറയുന്നുണ്ട്. അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് പണം ഉണ്ടാക്കാൻ കഴിയുമോ റേക്കിൽ? ഞാൻ ഈ മണി റേക്കിന്ന് കേട്ടിട്ടില്ല. പക്ഷേ റേക്കി ഇതൊരു ആത്മീയ സാധനമായിട്ട് പഠിപ്പിക്കുന്നത് കൊണ്ട് ഇതിനെ പണമുണ്ടാക്കാൻ മാത്രമുള്ളൊരു കാര്യമായിട്ടും ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഒരു മനുഷ്യന് ജീവിക്കാൻ നമുക്ക് പണം വേണം, മറ്റ് സാഹചര്യങ്ങളൊക്കെ വേണം, സാധാരണ ഒരു കുടുംബസ്ഥനായിട്ടുള്ള ഒരാൾക്ക്. അതുകൊണ്ട് നമുക്ക് അതിനും വേണ്ടി അതിലേക്കും നമ്മളൊന്ന് ഓപ്പണായാൽ മതി. നമ്മളിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ ക്ലോസ്ഡ് ആയിട്ടിരിക്കുന്നത്. നമ്മളെ മനസ്സ് തുറക്കുക, കംപ്ലീറ്റ് നമ്മളിങ്ങനെ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് ജീവിക്കുക, തുറന്ന് സംസാരിക്കുക, കയ്യിലിങ്ങനെ പിടിച്ചു വെക്കാതെ മറ്റുള്ളവരിലേക്ക് നമ്മൾ കൊടുക്കുക. ഇപ്പോൾ ഒഴുകുന്ന വെള്ളത്തിലല്ലേ പുതിയ വെള്ളം നിറയുള്ളൂ. അങ്ങനെ നമ്മളിങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് സിമ്പിളായിട്ട് ജീവിക്കുക, സിമ്പിളാവുക, ഒന്നും അവിടെ കെട്ടിവെക്കാതെ. അങ്ങനെ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളിങ്ങനെ സാധനങ്ങളൊക്കെ ചെയ്യും, പലവിധ പ്രാണായാമാവാം, യോഗയാവാം, മെഡിറ്റേഷനാവാം, അങ്ങനെ എന്തും അതെല്ലാം ചെയ്ത് നമ്മൾ ജീവിക്കുമ്പോൾ ഭക്തിമാർഗം മതി. അത് നിഷ്കളങ്കമായിട്ടുള്ള ഭക്തിമാർഗം, അത് മോക്ഷത്തിന് കാരണം ആണല്ലോ. അങ്ങനെ അല്ലെങ്കിൽ കർമ്മം, നമ്മളെല്ലാവരോടും നന്നായിട്ട് നമുക്ക് പറ്റാവുന്ന നല്ല കാര്യങ്ങളെല്ലാം ചെയ്ത് ആത്മാർത്ഥമായിട്ട് പ്രവൃത്തിയെടുത്ത് ജീവിക്കുന്നവരും അത് കർമ്മമാർഗമാണ്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ ഓപ്പണായിരിക്കും. അങ്ങനെ ഓപ്പണായിരിക്കുമ്പോൾ നമുക്കിതെല്ലാം വരും. അപ്പോൾ റേക്കിയിൽ നമുക്ക് അതിനുള്ള മാർഗങ്ങളും പറഞ്ഞു കൊടുക്കും. എങ്ങനെ നമ്മൾ വെൽത്ത്, അതിനുവേണ്ടി തന്നെ യന്ത്രവും മന്ത്രമുണ്ട് വെൽത്തിന് വേണ്ടി. നമ്മുടെ ഇന്ത്യൻ തന്ത്രത്തിൽ, റേക്കിയിലല്ല, ഞാൻ പറഞ്ഞില്ലേ ഇന്ത്യൻ തന്ത്രത്തിലുള്ള കുറച്ച് യന്ത്രവും മന്ത്രവും കൂടി നമ്മളിതിനെ താടി ചെയ്തിട്ടുണ്ട്, പഠിപ്പിക്കുമെന്ന് പറഞ്ഞില്ലേ. അതിനകത്ത് യന്ത്രവും മന്ത്രമുണ്ട്, നമുക്കതൊക്കെ സമ്പാദിക്കാം. അപ്പോൾ അതിനുവേണ്ടി എല്ലാം മാർഗമുണ്ട്. പക്ഷെ അതിനുവേണ്ടി മാത്രമല്ല, നമ്മൾ ഇതുകൊണ്ടങ്ങനെ ഒരുപാട് പണം ആളുകളിൽ നിന്നിങ്ങനെ, ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നത് പോലും ഈ യൂണിവേഴ്സ് അറിയുന്നുണ്ടെന്നാണ്. നമ്മളങ്ങനെ അത്രയും നമ്മൾ കണക്റ്റഡ് ആണല്ലോ. ഇത് രണ്ടല്ലല്ലോ, നമ്മുടെ മനസ്സും ഈ മനസ്സും രണ്ടല്ല. അപ്പം നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഇവിടെ അറിയും, അത്ര നല്ലതല്ലെന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ന്യായമായിട്ടുള്ളത് മാത്രം പ്രവർത്തിക്കുക എന്നാണ് ഞാൻ കരുതുന്നത്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഒരു തന്ത്രദീക്ഷ കിട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? അയാളുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറുകയല്ലേ. അതുവരെയുള്ള നമ്മളീ പിന്നീട് ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ് ആണ്. അതിനാ പറയുന്ന രീതിയിലുള്ള സാധനകൾ ചെയ്യണം.
അതിനൊരു രീതിയുണ്ട്. അതനുസരിച്ചിട്ട് നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴാണ് ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ അയാൾ അതുവരെയുള്ള ആളല്ല പിന്നെ. ഈ ദീക്ഷ കിട്ടിക്കഴിഞ്ഞാൽ പ്രാപഞ്ചികമായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകും? അതായത് നമ്മുടെ ചുറ്റുപാടിലും എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവും. നമ്മൾ മന്ത്രജപം എപ്പോഴും ഉണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരാളുടെ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ആ ഒരു പ്രത്യേക അന്തരീക്ഷം അവിടെ ഉണ്ടാവും. ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മളിപ്പോൾ ക്ലാസ്സൊക്കെ നടത്തുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ഒരുപാട് കളറിലുള്ള ബട്ടർഫ്ലൈസ് വരും അവിടെ. കഴിഞ്ഞ ദിവസം രാത്രി ദീക്ഷ ഒരു 6:30 മുതൽ 8 മണി വരെയൊക്കെ ദീക്ഷ ഉണ്ടായിരുന്നു. സന്ധ്യയ്ക്ക് ദീക്ഷ കൊടുക്കുമ്പോൾ ആ ഹോളിലേക്ക് ബട്ടർഫ്ലൈസ് വരുന്നു. പിന്നെ ഈ ഏറ്റവും സമാധാനം ആഗ്രഹിക്കുന്ന പൂച്ചകളുണ്ടല്ലോ, പൂച്ചയൊന്നും അവിടെ നിന്ന് മാറില്ല, അവിടെ വന്നേ കിടന്നുറങ്ങുള്ളൂ. നമ്മളവിടെ എപ്പോഴും കാണുന്നതാണത്. അവിടെ എല്ലാം പോകുന്ന പൂച്ചകളാണ്, അടുത്തുള്ള വീടുകളിലെല്ലാം പോകുന്ന പൂച്ചകളാണ്. ഈ പൂച്ച വന്നാൽ സമാധാനമാണോ? അവര് സമാധാനമുള്ളിടത്തേ കിടന്നുറങ്ങുള്ളൂ. അവർ കിടന്നുറങ്ങുന്നിടത്ത് നമുക്ക് പോയിരിക്കാം, ഒന്നും പേടിക്കണ്ട, യാതൊരു ശല്യവും ഉണ്ടാവില്ല. അത്ര ശല്യമൊന്നുമില്ലാത്ത സ്ഥലത്തെ പൂച്ചകൾ ഉറങ്ങാറുള്ളൂ. അപ്പോൾ പൂച്ചയുടെ സാന്നിധ്യം, ബട്ടർഫ്ലൈസ്, മറ്റ് കിളികൾ, പക്ഷികൾ, ഇങ്ങനെ ഭയങ്കര രസമാണ് അങ്ങനെ എപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലം. ഇപ്പോൾ ചില വീടുകളിലൊക്കെ ചില പൂച്ചകൾ വന്ന് കയറുന്നത് നമുക്ക് കാണാം. നല്ലതാണ്. അത് നല്ലതാണോ? ചിലർ പറയും അത് മോശമാണ്, അതിനെ അടുപ്പിക്കരുത്, ആട്ടി ഓടിക്കുകയും കൊണ്ട് കളയൊക്കെ ചെയ്തു. എന്ത് നല്ല ജീവിയാ പൂച്ച, കടിയൊന്നും കൊള്ളരുത്, പക്ഷെ ഒരു നല്ലൊരു ജീവിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പൂച്ച ഈ നല്ല ഇടങ്ങളിൽ മാത്രമേ വന്ന് കയറുകയുള്ളൂ. അത്രേ ഉള്ളൂ. അവർക്ക് ഭയങ്കര ഇറിറ്റേഷനുള്ള അടുത്തൊന്നും അവർ നിൽക്കില്ല. അവർക്കറിയാം. മറ്റ് മൃഗങ്ങൾക്കൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതിനപ്പുറമുള്ള ഹിറ്റ്സിലുള്ള കാര്യങ്ങൾക്ക് അവർക്ക് കാണാനും അറിയാനും സാധിക്കും. പ്രപഞ്ചത്തിലുണ്ടാകുന്ന കാര്യങ്ങൾ നമ്മളെക്കാളും മുന്നേ അറിയുന്നവരല്ലേ. അവരുടെ കാഴ്ചയ്ക്കും അവരുടെ ഇന്ദ്രിയങ്ങൾക്ക് നമ്മൾക്ക് കാണാൻ പറ്റുന്നതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ കാണാൻ പറ്റും. ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു കസിൻ മരിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ ആള് വളർത്തുന്ന നായ അവിടെ മുഴുവനും ഓടി നടന്ന് കരഞ്ഞ് ബഹളം വെച്ച് ആ മരിക്കുന്ന നേരം, ആ സമയത്ത് ആൾ മരിച്ചു. എല്ലാവരും കണ്ട കാര്യം അത്. അപ്പോൾ അവർക്ക് എങ്ങനെ അത് മനസ്സിലാവുന്നു? നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ പ്രപഞ്ചത്തിലുണ്ട്. മുന്നേ സഞ്ചരിക്കാൻ പോകുന്ന മൃഗങ്ങൾക്ക് അറിയാൻ കഴിയും. നമ്മളെന്നാ വയനാട് ദുരന്തം ഉണ്ടായപ്പോഴേക്കും ആന വന്നിട്ട് അവരെ സംരക്ഷിക്കുന്നത് കണ്ടോ? അതാണ് പറഞ്ഞത്. നമ്മളെക്കാളും ചില കഴിവുകൾ അവർക്ക് കൂടുതലുണ്ട്.